ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നൊരു ചെറിയൊരു പർച്ചേസിന് പോകാട്ടോ. അപ്പോൾ ഞാനും കണ്ണൻ ചേട്ടനും പാറും ലച്ചുവും കല്ലും നിച്ചുവും എല്ലാവരും ഉണ്ട്. അപ്പം നമ്മുടെ പുതിയ കുറേ നാളെ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പം ഇന്ന് എന്തായാലും ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. അപ്പം ഞങ്ങൾ പോകുന്ന നെടുമങ്ങാട് രാമചന്ദ്രനിലാണ് കേട്ടോ പോകണേ. അപ്പം നിച്ചു കാറിൻ്റെ പുറകെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. ഇപ്പം ഭയങ്കര കുസൃതിയായിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ രാമചന്ദ്രൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. അപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാനാണ് കേട്ടോ വന്ന സമയത്താണ് അവിടെ എല്ലാം ഭയങ്കര ആടി സെയിലൊക്കെ നടക്കുന്നുണ്ട്. അവിടെ ഭയങ്കര ഓഫേഴ്സാണ്. ബൈ 1 get 1 ഫ്രീ, ബൈ 3 get 2 ഫ്രീ, അങ്ങനെയൊക്കെ പല പല ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ കുറച്ച് ബിസ്ക്കറ്റ്സും അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് കുക്കീസും കാര്യങ്ങളൊക്കെ ആണ് മെയിനായിട്ട് അതിനാണ് വന്നത്. അവർക്ക് കുറച്ച് സ്നാക്സൊക്കെ എടുക്കാനായിട്ട്. അങ്ങനെ നോക്കി ഓരോന്നായിട്ട് അവർക്ക് ഇഷ്ടപ്പെടുമോ ഓരോരുത്തർ കഴിക്കുന്നൊക്കെ നോക്കി എടുക്കുന്നുണ്ട്. ഇവർക്ക് ഈയിടെ സമയം രാവിലെ കാപ്പി കുടിച്ചിട്ട് ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പം അവർക്ക് വിശക്കും. പിന്നെ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചൊന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അവർക്ക് വീണ്ടും വിശക്കും. അപ്പോൾ അവർക്ക് ചെറുതായിട്ടൊന്നൊരു കഴിക്കാൻ കൊടുക്കാനാണ് കേട്ടോ ഞങ്ങൾ ഈ ബിസ്ക്കറ്റും. പിന്നെ ലച്ചു നഴ്സറി പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് നഴ്സറിയിൽ കൊണ്ടുപോകാനും ഒക്കെ വേണ്ടിയിട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പോഴത്തേനും എൻ്റെ പൊന്നു ഭയങ്കര ഓഫറായിരുന്നു കേട്ടോ. അവിടെ ആടി സെയിൽ അങ്ങനെ എന്തോ ആണ് അവിടെ നടക്കുന്നതെന്നാണ് എഴുതി വയ്ക്കുന്നത്. പിന്നെ ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിൽ വന്നു. അവിടെയും കുറച്ച് സ്റ്റേഷനറീസും പിന്നെ ഇതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ കുറച്ച് ബിസ്ക്കറ്റ്സും നമ്മുടെ മാഗി നൂഡിൽസ് അങ്ങനെ ബ്രൂ കോഫി അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ റാഗിയുടെ അച്ചപ്പമാണ് കേട്ടോ. അങ്ങനെ ഒരു അച്ചപ്പം എടുത്തായിരുന്നു. പിള്ളേർക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അവിടെ കുറേ മുറുക്ക് അവർ കഴിക്കാത്ത കുറേ സാധനങ്ങളുണ്ട്. അവർ കഴിക്കുന്നത് എടുത്താൽ മതിയല്ലോ. ഞങ്ങൾക്ക് ഇപ്പം ഇങ്ങനത്തെ പലഹാരങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല. പിള്ളേർ അവരുടെ ഇഷ്ടത്തിനാണ് കഴിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അങ്ങനെ അവർക്കിഷ്ടമുള്ള കുറച്ച് സാധനങ്ങളുണ്ടെങ്കിൽ ഒരു നൂഡിൽസ് പോലെ ഇരിക്കുന്നൊരു മുറുക്കുണ്ട്. ഇതൊരു പാലക്കിൻ്റെ ഒരു മുറുക്കാണ് കേട്ടോ. ഇത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അമ്മയ്ക്കും ഇഷ്ടമാണ്. പിന്നെ ഇതാണ്ട് ഈ ഒരു മുറുക്കെടുത്തായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒന്നും മേടിക്കുന്നില്ല. മെയിനായിട്ട് പിള്ളേർക്ക് വേണ്ടിയിട്ടാണ്. അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണ് മേടിക്കുന്നത്. പിന്നെ നമ്മളെപ്പോൾ വന്നാലും അറിയാമല്ലോ, നമ്മളെല്ലായിടത്തും ഇങ്ങനെ നോക്കും, എല്ലാം ഒന്ന് കണ്ടിരിക്കാം, പുതിയ എന്തെങ്കിലുമൊക്കെ വന്നു. അപ്പം ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഈ ഒരു കൊറിയൻ്റെ സ്പൈസി മാഗിയാണ് കേട്ടോ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഭയങ്കര എരിയാണ് ചെയ്തത്, പക്ഷെ നല്ല ടേസ്റ്റുമാണ്. അങ്ങനെ അതിൻ്റെ ഒരു 4 പാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചോക്കോസ് എടുത്തിട്ട് പിന്നെ തിരിച്ചു വെച്ചു. കാരണം അന്ന് മേടിച്ച് വീട്ടിലിരിപ്പുണ്ട്. ലച്ചുവിന് വേണ്ടിയിട്ടാണ് നോക്കിയാണ്, അതെടുത്തില്ല. തീർന്നിട്ട് വന്ന് വീണ്ടും മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ഈ ഒരു ടൈഗറിൻ്റെ ഈ ഒരു ചെറിയ വട്ടം ബ്രിട്ടാനിയുടെ ഒരു ബിസ്ക്കറ്റ്, അതും നിച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ അതിൻ്റെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്തു. അപ്പം നമ്മുടെ വേഫേഴ്സ് ബൈ 1 get 1 ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ഒരു 4 പീസ് എടുത്തായിരുന്നു. അതും നിച്ചുവിന് ഇഷ്ടമാണ് ഈ ഒരു വേഫർ. അങ്ങനെ അതെടുത്തു. പിന്നെ അത് കഴിഞ്ഞ് ഹൈഡ് ആൻഡ് സീക്കിൻ്റെ ഈ ഒരു എന്താ പറയുക സാൻഡ്വിച്ച്, അതിൻ്റെ ഒരു 2 പാക്കറ്റ് എടുത്തായിരുന്നു. അങ്ങനെ അവർക്കിഷ്ടമുള്ള സാധനങ്ങളാണ് മെയിനായിട്ട് എല്ലാം എടുത്തത്. അവർക്ക് ഇഷ്ടമുള്ള കുക്കീസും പിന്നെ അകത്ത് ഈ ക്രീം വരുന്ന ബിസ്ക്കറ്റ്സ്, അതൊക്കെ അവർക്ക് ഇഷ്ടമാണ്, അതെടുത്തു. പിന്നെ ഈ ഒരു പെങ്കിൻ്റെ നല്ല ഇഷ്ടമല്ല, ക്യൂട്ടായിട്ടുണ്ട്. അതൊക്കെ നോക്കിയിട്ട് തിരിച്ചു വെച്ചു. കാരണം ബാത്റൂമിലൊക്കെ വെച്ച് ഈ ബ്രഷൊക്കെ ഇട്ട് വയ്ക്കാനൊക്കെ നല്ലതാണെന്ന് തോന്നി. പിന്നെ നമ്മുടെ പാത്രങ്ങളുടെ സെക്ഷൻ, നമ്മൾ പെണ്ണുങ്ങളാണല്ലോ, പൊതുവേ ഈ പാത്രങ്ങൾ അതൊക്കെ ആയിരിക്കും നമുക്കിഷ്ടം. പിന്നെ അതൊക്കെ ഒന്ന് നോക്കി. പിന്നെ 2 പാത്രം എടുത്തായിരുന്നു കേട്ടോ. അത് ഇതിലോട്ട് ആഡ് ചെയ്യാനായിട്ട് അത് വിട്ടുപോയി. പിന്നെ ഫാൻസിയിൽ പോയി ഒന്നും മേടിച്ചില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറങ്ങി എല്ലാമൊക്കെ ഒന്ന് നോക്കി. പുതിയ ഒത്തിരി കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഡ്രസ്സിൻ്റെ ഒക്കെ ആണെങ്കിൽ ഭയങ്കര ഓഫേഴ്സാണ് അവിടെ. ഒരു ഫാൻസി ടോപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരു ടോപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഫ്രീ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം മസ്റ്റായിട്ട് ഇപ്പം വന്നു കഴിഞ്ഞാൽ നല്ല ഈ നൈറ്റീസൊക്കെ വെറും 190 രൂപയേ ഉള്ളൂ. അങ്ങനെ എല്ലാം ഒന്ന് നോക്കി പിന്നെ സാധനങ്ങളൊക്കെ എടുത്തു ബില്ലടിച്ചിട്ട് തിരിച്ചു വന്നു കേട്ടോ. വരുന്ന വഴിക്ക് ഒരു സമൂസയും പിന്നെ നമ്മൾ ചീസ് ഷവർമ്മ ഉണ്ട് ഞങ്ങളുടെ അവിടെ, 120 രൂപ എന്തോ ആണ്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് വീട്ടിലോട്ട് തിരിച്ചു പോയി. അപ്പോൾ ചെറിയൊരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ബൈ.